2003 കൊട്ടിയൂരിൽ ഒരു വിദ്യാലയത്തിൽ നിന്ന് HIV ബാധിതരാണെന്നതിൻ്റെ പേരിൽ 2 കുട്ടികളെ പുറത്താക്കുന്നത്. ഇത് ഒരു പ്രത്യേക സന്ദർഭത്തിലാണ് നടക്കുന്നത്. കാരണം ഒന്ന്, HIV രോഗത്തെ ഒരു വലിയ ഭീകരമായിട്ടുള്ള രോഗമായി സമൂഹം കാണുന്ന ഒരു ഘട്ടത്തിലാണ് ഇത് നടക്കുന്നത്. അപ്പോൾ കൊട്ടിയൂരിൽ ഈ കുട്ടികളെ പുറത്താക്കിയത് അറിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് ഈ ഇഷ്യൂവിനോട് പ്രതികരിക്കേണ്ടത് എന്ന് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നുള്ള നിലയിൽ ആലോചിക്കുകയുണ്ടായി. അങ്ങനെ ഡോക്ടർ ഇക്ബാലിനെ വിവരിക്കുകയും ജനകീയാരോഗ്യ പ്രവർത്തകനായിട്ടുള്ള അദ്ദേഹം കൊട്ടിയൂർ സന്ദർശിക്കാമെന്നേറ്റു. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കൊട്ടിയൂരിൽ ഈ ഇഷ്യൂ നടക്കുന്ന വിദ്യാലയത്തിലേക്ക് ആദ്യമായി ഞാൻ പോകുന്നത്. അദ്ദേഹം അവിടെ ആളുകളോട് സംസാരിച്ചു. ആളുകൾ വഴങ്ങാൻ തയ്യാറായിട്ടില്ല. കുറച്ചാളുകൾ അദ്ദേഹം പറയുന്നത് കേട്ടു. എങ്കിലും പ്രശ്നത്തിനൊരു പരിഹാരമൊന്നും ഉണ്ടായില്ല. പരിഷത്ത് എന്നുള്ളതിൽ വ്യക്തിപരമായി ഞാൻ ഇടപെടുന്നത് ഈ സമയത്താണെങ്കിലും ഈ പ്രശ്നം തുടങ്ങുന്നത് കുറേ മുന്നെയാണ്. കുറേ മുന്നേ എന്ന് പറയുമ്പോൾ 2003 പ്രശ്നം അവിടെ ഉണ്ടാവുന്നത്. രമ എന്ന് പറഞ്ഞ അമ്മയുടെ തൻ്റെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, വിദ്യാഭ്യാസ അവകാശത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ സമരത്തിൻ്റെ കഥയാണ് നമുക്ക് ഇതിലൂടെ വായിച്ചെടുക്കാൻ പറ്റുക. രമയുടെ കുടുംബം തിരുവിതാംകൂറിൽ നിന്ന് കുടിയേറി വന്നവരാണ് കൊട്ടിയൂർ ഭാഗത്തേക്ക്. ആ ഭാഗത്തുള്ള പൊതുവെ കുടിയേറ്റം ഉള്ള ഒരു സ്ഥലമാണ് കൊട്ടിയൂർ എന്ന് പറയുന്നത്. നിങ്ങൾ കേട്ടിരിക്കും, കൊട്ടിയൂർ ശിവക്ഷേത്രമൊക്കെ പ്രസിദ്ധമാണ്. അപ്പോൾ കൊട്ടിയൂരിലാണ് ഈ സംഭവം നടന്നത്. രമയുടെ വീട് അതിനടുത്താണ്. രമയും ഷാജിയും തമ്മിൽ വിവാഹിതരായി. ഷാജി ബോംബെയിൽ ചില ജോലികളൊക്കെ ആയിട്ട് പോയിരുന്നു. അവിടെ വെച്ചൊരു വലിയ അപകടം സംഭവിക്കുന്നുണ്ട് ഷാജിക്ക്. തുടർന്ന് ഷാജി നാട്ടിലേക്ക് വരികയാണ്. ഇവരുടെ വിവാഹത്തിന് ശേഷമുള്ള ജീവിതം എന്ന് പറയുന്നത് അത്ര സുഖകരമായിരുന്നില്ല. കാരണം സാമ്പത്തികമായി വലിയ പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബമായിരുന്നു രമയുടേത്. രണ്ടുപേരും കുറേ ജോലികളൊക്കെ ചെയ്തു. 3 മക്കളായി. മക്കളെ ശരിയാവണ്ണം വളർത്താൻ കഴിയുന്നില്ല. വലിയ പ്രയാസങ്ങളുണ്ടായി. ഈ പ്രയാസങ്ങൾക്കെല്ലാം ഇടയിലും അവർ പരസ്പരം ജോലി ചെയ്തും അധ്വാനിച്ചുമൊക്കെ മക്കളെ വളർത്തി. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഷാജിക്ക് അസുഖം വരുന്നത്. അവിടെയുള്ള പ്രാദേശികമായിട്ടുള്ള ആശുപത്രിയിലൊക്കെ കാണിച്ചു. അപ്പോൾ ക്ഷയരോഗമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ ചികിത്സക്കായി അവിടെ തൊട്ടടുത്തുള്ള പരിയാരം മെഡിക്കൽ കോളേജിൽ പോവാണ്. മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ അവിടെ ഡോക്ടർ പരിശോധിച്ചു, പല പരിശോധനയൊക്കെ നടത്തി. ഷാജിക്ക് HIV ആണ് എന്ന് ഡോക്ടർ കണ്ടെത്തി. ഇക്കാര്യം രമയോട് പറഞ്ഞു. അവർ ഒരു വലിയ പ്രയാസമാണ് അതുകൊണ്ട് അനുഭവിച്ചത്. HIV-യെക്കുറിച്ചൊന്നും അവർക്കറിയില്ല, സാധാരണ വീട്ടമ്മയാണ്. പക്ഷേ അംഗൻവാടിയിലെ ക്ലാസ്സിനൊക്കെ പോകുമ്പോൾ എന്താണ് HIV എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന ഒരു കാലത്തായതുകൊണ്ട് അതിൻ്റെ ഭീകരത രമക്ക് ബോധ്യപ്പെട്ടു. അവർ തിരിച്ച് നാട്ടിലേക്ക് വന്നു. അപ്പോഴേക്കും നാട്ടിൽ ഇവരറിഞ്ഞിരുന്നു. അവരോടുള്ള എതിർപ്പ് വലിയ മുതൽ കൂടി. അവരുടെ മക്കളെ മറ്റുള്ളവരോട് മിണ്ടാതെയായി, കളിക്കാതെയായി, കുട്ടികളോട് കൂടെ കളിക്കാതെയായി. ഇങ്ങനെയൊക്കെ വലിയ പ്രശ്നം അവിടെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിൽ ഷാജിക്ക് അസുഖം കുറച്ചുകൂടി കൂടാൻ തുടങ്ങി. അവരുടെ എല്ലാ കഷ്ടപ്പാടുകൾക്കിടയിലും ഷാജിയെയും മക്കളെയും വളർത്തണമെന്നുള്ള രമയുടെ നിശ്ചയദാർഢ്യം അവിടെയുണ്ട്. പക്ഷേ അവർ നിസ്സഹായായി. പലതരത്തിലുള്ള ചികിത്സ ഷാജിക്ക് ചെയ്തെങ്കിലും ഷാജി മരണമടയുകയാണ് ചെയ്തത്. ഇതിൻ്റെ അടുത്ത ഘട്ടം തുടങ്ങുന്നത് ഈ ഷാജിക്ക് HIV ആവുന്നതോടൊപ്പം തന്നെ രമക്ക് HIV ആണ് എന്നുള്ളതറിയാം. കുട്ടികളുടെ പരിശോധന നടത്തിയപ്പോൾ അവരുടെ 3 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. 2 കുട്ടികൾക്ക് HIV ആണ് എന്ന് ബോധ്യപ്പെടാണ്. ഇത് ആ നാട്ടിൽ ഒരു വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കിയത്. ഈ കുടുംബത്തിനെതിരെ പല ആളുകളും അവർക്കെതിരായി തിരിഞ്ഞു. ആ സമൂഹത്തിൽ അവർ രോഗം പരത്തുന്ന ആളുകളാണ്, മോശം ജീവിതം നയിക്കുന്നവരാണ് തുടങ്ങിയ വലിയ തോതിലുള്ള പ്രചരണം ഈ കുട്ടികൾക്കും അമ്മക്കെതിരെ നാട്ടിൽ നടക്കുകയാണ്. പക്ഷേ ആ സമയത്തും ഷാജിയുടെ കുറച്ച് സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ കൊട്ടിയൂരിലെ ശാസ്ത്ര പരിഷത്ത് പ്രവർത്തകർ, സയൻസ് വിഷൻ പ്രവർത്തകർ, മറ്റ് സന്നദ്ധ സംഘടനാ പ്രവർത്തകർ എല്ലാം തന്നെ കുറേ ആളുകൾ രമയോടൊപ്പം നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് ഒരു കുട്ടി അംഗൻവാടിയിലും ഒരു കുട്ടി 1ാം ക്ലാസ്സിലും പഠിക്കുന്നത്. ആ വർഷം ഒരു അവസാനമായതുകൊണ്ട് ആ വർഷത്തെ പഠനം ഏതായാലും തുടരാൻ പറ്റില്ല എന്നായി. പുതിയ അധ്യയന വർഷം 2004 വീണ്ടും ഇവർ സ്കൂളിലേക്ക് പോവാണ്. അപ്പോഴാണ് പ്രശ്നങ്ങൾ രൂക്ഷമായി ആരംഭിക്കുന്നത്. കുട്ടികളെ അംഗൻവാടിയിൽ ചെറിയ കുട്ടിയെ കയറ്റാൻ പാടില്ല എന്ന് പറഞ്ഞു. അംഗൻവാടിയിൽ കയറ്റിയിട്ടില്ലെങ്കിൽ അംഗൻവാടി പൂട്ടിക്കോ എന്നുള്ള അർത്ഥത്തിലേക്ക് കലക്ടർ ഉത്തരവിറക്കി. ഇങ്ങനെ രമ ഈ പ്രശ്നം ആദ്യം അവതരിപ്പിക്കുന്നത് ജില്ലാ കളക്ടർ മുന്നിലാണ്. ജില്ലാ കളക്ടർ അവരോട് പറഞ്ഞത് നിങ്ങളുടെ പ്രശ്നത്തിൽ ഞാൻ ഇടപെടും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടികളെ സ്കൂളിൽ കയറ്റണം എന്നുള്ള ജില്ലാ കളക്ടറുടെ ഉത്തരവ് അവിടെ സ്കൂളിലെത്തി, അംഗൻവാടിയിലെത്തി. അംഗൻവാടിയിൽ ഉത്തരവ് കൊടുത്തപ്പോൾ അംഗൻവാടി ടീച്ചർക്ക് നിസ്സഹായരായി. കാരണം രക്ഷിതാക്കളാണ് പ്രധാനപ്പെട്ട പ്രശ്നം, കുറേ രക്ഷിതാക്കളാണ്. അപ്പോൾ അംഗൻവാടിയിൽ നിന്ന് കുട്ടികളെ പിൻവലിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കളക്ടർ പറഞ്ഞു ബാക്കി എല്ലാ കുട്ടികളും പിൻവലിച്ചോ, ഈ കുട്ടി മാത്രം പഠിച്ചാൽ മതി എന്ന നിലപാടെടുത്തു. അങ്ങനെ ആ ഇഷ്യൂ അംഗൻവാടി പതുക്കെ അവിടെ അവസാനിച്ചു. പിന്നീട്
സ്കൂളിലേക്കാണ് പ്രശ്നം വരുന്നത്. സ്കൂളിൽ ഈ ഒരു കാരണവശാലും ഈ കുട്ടികളെ പ്രവേശിപ്പിക്കില്ല എന്നുള്ള ശക്തമായിട്ടുള്ള നിലപാട് കുറേ വിഭാഗം രക്ഷിതാക്കൾ എടുക്കുകയാണ്. പിന്നെ ഈ പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് ആലോചിച്ചപ്പോഴാണ് രമയോട് നാട്ടിലെ ഒരാൾ പറയുന്നത്, നിങ്ങൾ മുഖ്യമന്ത്രിനെ പോയി കാണണം. അങ്ങനെ ആദ്യമായിട്ട് പിന്നെ ജില്ല വിട്ട് ഒരു ചെറിയ ദീർഘദൂര യാത്ര 2 മക്കളെയും കൂട്ടി രമ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റ് നടയിൽ വരികയാണ്. സെക്രട്ടേറിയറ്റ് നടയിൽ വന്നപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ അവർ അവിടെ ഇറങ്ങിയിട്ടൊരു ഓട്ടോറിക്ഷയിലാണ് ഈ സെക്രട്ടേറിയറ്റിലേക്ക് വരുന്നത്. അവിടെ വലിയ സമരപ്പന്തലൊക്കെ കണ്ടു. അപ്പോൾ ധാരാളം ഇത്തരത്തിൽ നീതി നിഷേധിക്കപ്പെട്ട ആളുകൾ പലതരത്തിലുള്ള സമരങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. രമ ആ സമരപ്പന്തലിലെത്തി. അവരോട് ഈ കുട്ടികൾ റോഡ് മുറിച്ച് കിടക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഇവർക്കൊന്നും അറിയില്ല എന്ന് മനസ്സിലായതിൻ്റെ അടിസ്ഥാനത്തിൽ 1-2 ആളുകൾ എന്താണ് ഇവരോട് പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ ഇവരുടെ കഥ പറയാണ്. എൻ്റെ 2 മക്കളെ പിന്നെ ഇങ്ങനെ സ്കൂളിൽ പ്രവേശിപ്പിക്കാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെ കാണാനാണ് ഞാൻ വന്നതെന്ന് അവർ പറയാണ്. അപ്പോൾ അവരൊക്കെ സൗകര്യം ചെയ്ത് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ആൻ്റണിയെ, ശ്രീ AK ആൻ്റണിയെ അവർ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി കാണുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രി ഇവരുടെ പ്രശ്നങ്ങളെല്ലാം ശ്രദ്ധാപൂർവ്വം കേട്ടു. രമ കരച്ചിലടക്കൊണ്ടാണ് മുഖ്യമന്ത്രിയോട് ഇതൊക്കെ പറയുന്നത്. മുഖ്യമന്ത്രി ഈ പ്രശ്നങ്ങൾ കേട്ടപ്പോൾ ഉടൻ തന്നെ DPIനെ വിളിച്ചിട്ട് നാളെ വൈകുന്നേരത്തേക്ക് ഈ പ്രശ്നം തീർത്തിരിക്കണം എന്ന് DPIയോട് പറയാണ്. തുടർന്ന് പിന്നെ രമയോട് എല്ലാ പ്രശ്നവും നമുക്ക് പരിഹരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് രമക്ക് ബസ് ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് നിങ്ങൾ നാട്ടിലേക്ക് പോയിക്കോ, നിങ്ങളവിടെ എത്തുമ്പോഴേക്കും പ്രശ്നം പരിഹരിച്ചിരിക്കും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അങ്ങനെ മുഖ്യമന്ത്രിയുടെ ഉത്തരവുമായി പിന്നെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ, തിരുവനന്തപുരത്ത് നിന്ന് സ്പെഷ്യൽ DDയും ഒക്കെ തന്നെ അവിടെ സ്കൂളിലെത്തി. ഈ മാനേജ്മെൻറ്റ് സ്കൂളാണ്. അപ്പോൾ കുട്ടികളില്ലെങ്കിൽ സ്കൂളിൽ പ്രയാസമാവും. രക്ഷിതാക്കളാണെങ്കിൽ ബ്ലോക്കായി നിൽക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ പ്രവേശിപ്പിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ തൽക്കാലം HM കുട്ടികളെ പ്രവേശിപ്പിക്കാൻ തയ്യാറായില്ല. അപ്പോൾ DD അന്നേരം തന്നെ HMനെ സസ്പെൻഡ് ചെയ്തു. HMനെ സസ്പെൻഡ് ചെയ്തിട്ട് DD ഈ കുട്ടികളെ പിന്നെ അഡ്മിഷൻ രജിസ്റ്ററിൽ പേര് ചേർത്തു. പക്ഷേ അന്നേരം പ്രശ്നം അവസാനിക്കുന്നില്ല. തൽക്കാലം ഇതിങ്ങനെ നിൽക്കട്ടെ, നമുക്ക് 2 ദിവസം കൊണ്ട് ഈ പ്രശ്നം സോൾവ് ചെയ്യാം എന്ന് പറയാൻ. ആ ദിവസമാണ് ഞങ്ങൾ ഇക്ബാൽ ഡോക്ടറായിട്ട് അവിടെ എത്തുന്നത്. ഞാൻ ആദ്യം പറഞ്ഞ ഇക്ബാൽ ഡോക്ടറായിട്ട് അവിടെ എത്തുന്നത്. അപ്പോൾ ഡോക്ടറൊക്കെ സംസാരിച്ചു. അങ്ങനെ തൽക്കാലം ആളുകളൊക്കെ പിരിഞ്ഞുപോയി. കുട്ടികൾ തൽക്കാലം വരുന്നില്ല എന്ന് തീരുമാനിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയി. പിന്നീട് പലതരത്തിലുള്ള ചർച്ചകൾ അവിടെ നടക്കുകയാണ്. ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ നടക്കുന്നൊരു ഘട്ടത്തിൽ ആണ് ഒരു പിന്നെ സമവായം ഉണ്ടാവുന്നത്. ഈ കുട്ടികൾക്ക് പ്രത്യേകമായ ഒരു ക്ലാസ് മുറി അനുവദിക്കാം, പ്രത്യേക ടോയ്ലറ്റ് ഉണ്ടാവണം, പ്രത്യേക ക്ലാസ് മുറിയാണ് തുടങ്ങിയ നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് ഈ പ്രശ്നം താൽക്കാലികമായി പരിഹരിക്കാൻ. അങ്ങനെ താൽക്കാലികമായി പരിഹരിക്കുന്നതോടുകൂടി പിന്നെ ഒരു പ്രത്യേക അധ്യാപകന് വേണ്ടിയിട്ടുള്ള അന്വേഷണമാണ്. ആ വാർത്ത നമ്മൾ കേട്ടു. ഇങ്ങനെ പ്രത്യേക അധ്യാപകനെ അന്വേഷിക്കുന്നുണ്ട് HIV ബാധിതരായ കുട്ടികളെ പഠിക്കാനെന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് ഞാൻ പിന്നെ AOനോട് പറയുന്നത് ഞാൻ വില്ലിംഗ് ആണ് പോകാമെന്ന് നമ്മൾ പറയാൻ. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 30 കിലോമീറ്റർ അകലെയാണ് ഈ സ്കൂൾ. എൻ്റെ മറ്റേ മുഴക്കുന്ന സ്കൂളിനേക്കാൾ ദൂരെയാണ്. പക്ഷേ നമുക്ക് പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി സഞ്ചരിച്ച ഇടാണെന്നുള്ളത് നമുക്ക് ഈ പ്രദേശവും ആളുകളെല്ലാം അറിയാം. അങ്ങനെ സ്കൂൾ അവിടെ പോകാൻ തീരുമാനിച്ചു. സ്പെഷ്യൽ അധ്യാപകനായി പ്രത്യേക അധ്യാപകനായി പോകാൻ തീരുമാനിച്ചപ്പോൾ AO അന്ന് തന്നെ ഉത്തരവിറക്കി. പിറ്റേ ദിവസം രാവിലെ പിന്നെ AOവിൻ്റെ കൂടെ ഞാനും AOവും കൂടി ഈ വിദ്യാലയത്തിലേക്ക് പോവാൻ. അപ്പോൾ അവിടെ എത്തുമ്പോൾ പിന്നെ രക്ഷിതാക്കൾ കുറേ ആളുകളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റ്, PTA പ്രസിഡന്റ് അവരൊക്കെ തന്നെയുണ്ട്. പ്രത്യേക ക്ലാസ് മുറിയിലേക്ക് പിന്നെ നമ്മളെ പ്രവേശിപ്പിക്കുകയാണ്. അപ്പോൾ പ്രത്യേക ക്ലാസ് മുറിയിൽ പ്രവേശിപ്പിക്കുമ്പോൾ ഒരു വലിയ പിന്നെ ഒരു സന്തോഷകരമായ കാര്യം ഉണ്ടായത്, ഈ കുട്ടികളുടെ കൂടെ പഠിക്കാൻ 2 കുട്ടികൾ തയ്യാറായിരുന്നതാണ്, അജലും അതുലും. അത് അവിടെ ഒരു വലിയ പിന്നെ മാറ്റത്തിൻ്റെ തുടക്കമായിരുന്നു. കാരണം ഈ കുട്ടികളുടെ കൂടെ മാത്രമേ ഞങ്ങൾ പഠിക്കുന്ന ആ 2 കുട്ടികളും തീരുമാനിച്ചു. അവരുടെ രക്ഷിതാക്കൾ ഈ കാര്യത്തിൽ വലിയ ബോധമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് അവർ പറഞ്ഞു ഇവരെ കൂടെ ഞങ്ങളും പഠിക്കും. അങ്ങനെ 4 കുട്ടികൾ ഒരു ക്ലാസ് മുറിയിൽ, ആ മാനേജ്മെൻറ്റിൻ്റെ തന്നെ ഒരു കെട്ടിടത്തിൽ ഒരു പിന്നെ 2ാം നിലയിൽ ഒരു ചെറിയ സ്ഥലത്ത് ഈ ക്ലാസ് മുറി ആരംഭിക്കുകയാണ്. ആ ക്ലാസ് മുറിക്ക് അടുത്തൊരു ടോയ്ലറ്റ് ഉണ്ട്. അപ്പോൾ ഈ 1ാമത്തെ ദിവസം നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, അതുപോലെ തന്നെ AO ഉണ്ട്, PTA പ്രസിഡന്റ്, ഇവരൊക്കെ തന്നെയുണ്ട്, രക്ഷിതാക്കൾ കുറച്ച് ആളുകളുണ്ട്. ഈ ക്ലാസ് ആരംഭിക്കുകയാണ്. അന്നാണ് ആദ്യമായിട്ട് നമ്മൾ സാധാരണ വ്യത്യസ്തമായിട്ടൊരു ക്ലാസ് മുറിയാണത്. കാരണം നമ്മൾ സാധാരണ ഒരേ ക്ലാസ്സിലെ കുട്ടികളാണ് ഉണ്ടാവുക. 10, 30, 40 അല്ലെങ്കിൽ 25 ഒക്കെ കുട്ടികളുണ്ടാകുന്ന ഒരു ക്ലാസ് മുറിയിൽ നിന്ന് വ്യത്യസ്തമായി 4 കുട്ടികൾ മാത്രം. ഒരു കുട്ടി 1ാം ക്ലാസ്സിലാണ്, ഒരു കുട്ടി 2ലാണ്. അങ്ങനെയുള്ള ഒരു ക്ലാസ് മുറിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അന്നത്തെ ദിവസം ക്ലാസ് പിന്നെ തുടങ്ങി, ഒരു ചെറിയ കഥയൊക്കെ പറഞ്ഞു തുടങ്ങി. കുട്ടികൾക്ക് കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാകുന്ന തരത്തിൽ പിന്നെ മറ്റ് 2 കുട്ടികളുള്ളത് കൊണ്ട് അവരൊരു ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള സൂചനകളൊക്കെ തുടങ്ങാണ്. അപ്പോൾ ആ ക്ലാസ്സിൽ അങ്ങനെ അന്ന് പഠനം ആരംഭിച്ചു. 2ാമത്തെ ദിവസവും പിന്നെ ഇങ്ങനെ ക്ലാസ്സുകളൊക്കെ തുടർന്നു. അന്നത്തെ ഒരു നിബന്ധന എന്താണെന്ന് പറഞ്ഞാൽ ഈ കുട്ടികൾ താഴെ ഇറങ്ങാൻ പാടില്ല എന്നാണ്. അപ്പോൾ താഴെ ഇറങ്ങുന്നുണ്ടെങ്കിൽ ഉച്ചഭക്ഷണം എന്തായാലും കൊടുക്കണമല്ലോ. അപ്പോൾ ഗവൺമെൻറ്റിൻ്റേതാണ് ഉച്ചഭക്ഷണം, അതുകൊണ്ട് കുട്ടികൾക്ക് എന്തായാലും കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
ഉച്ചഭക്ഷണം കൊടുക്കുന്നത് മറ്റു കുട്ടികൾക്ക് കൊടുക്കുന്നതിന് മുമ്പ് ഇവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം. അങ്ങനെ നമ്മൾ 1 മണിക്ക് അവർക്ക് കൊടുക്കുന്നതിന് 12:30 ഈ കുട്ടികളെ കൂട്ടി നമ്മൾ ഉച്ചഭക്ഷണം വരെ പോയി ഈ ക്ലാസ്സിലേക്ക് പോകണം. പക്ഷേ സ്കൂളിൽ ഉണ്ടായിട്ടുള്ള സംഭവം പറഞ്ഞാൽ അധ്യാപകരെല്ലാവരും നമ്മൾക്ക് സപ്പോർട്ടായിരുന്നു. അധ്യാപകർക്ക് ഈ കുട്ടികളെ പഠിപ്പിക്കുന്നതിലോ അല്ലെങ്കിൽ കുട്ടികൾ മറ്റൊരിപ്പോൾ ചേരുന്നതിലോ പ്രയാസമില്ല. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷിതാക്കളുടെ ഒരു വലിയ എതിർപ്പ് അവർക്ക് ബാധിക്കും, അവരുടെ ജോലിയിലൊക്കെ ബാധിക്കുന്നതുകൊണ്ടാണ് അവർ ആ നിലയിൽ വന്നത്. അങ്ങനെ ആ ക്ലാസ് മുറിയിൽ പഠനം ആരംഭിച്ചു. എന്നാൽ അച്ഛൻ്റെ പേരെഴുതാനുള്ള കുട്ടികളുടെ ഒരു വലിയ ആഗ്രഹം, അത് പിന്നെ ഒരുപാട് എല്ലാ ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നിൽക്കും കുട്ടി. അപ്പോൾ അതിൽ അച്ഛൻ്റെ പേരെഴുതാനുള്ള അവൻ്റെ ഒരു ആഗ്രഹം നമ്മൾ സാധിപ്പിച്ചെടുത്തു. അച്ഛൻ്റെ പേരെഴുതി. അത് അവന് വലിയൊരു ആത്മവിശ്വാസം ഉണ്ടാക്കി. പിന്നീട് ഈ കുട്ടികളും മറ്റു കുട്ടികളും തമ്മിൽ ഭയങ്കര കൂട്ടാണ്. കാരണം ഈ 2 മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് ഇവർ. അപ്പോൾ അവർക്ക് ഇവരെ അടുത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇവർ വിശേഷങ്ങൾ കടലാസിൽ എഴുതിയിട്ട് സുഖമാണോ എന്ന് കടലാസിൽ എഴുതും, എന്നിട്ട് താഴേക്ക് എറിഞ്ഞു കൊടുക്കും, അവരിങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെ ഒരു ആശയവിനിമയമൊക്കെ ആ ക്ലാസ്സിലുണ്ടായിരുന്നു. അതൊരു ഇപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോഴാണ് അതിൻ്റെയൊക്കെ ഒരു തീവ്രത മനസ്സിലാവുന്നത്. നമ്മൾ മേലെയാണ് നമ്മുടെ ക്ലാസ് മുറി ഉണ്ടാവുക, താഴെയാണ് മറ്റേ. അപ്പോൾ അവരിങ്ങോട്ടേക്ക് നോക്കും, അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കും. അപ്പോൾ ഈ കുട്ടികൾ തമ്മിൽ സുഖമാണെന്നൊക്കെ കടലാസിൽ എഴുതി താഴേക്ക് എറിഞ്ഞു കൊടുക്കും, അവരിങ്ങോട്ട് എറിഞ്ഞു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള ചില അനുഭവങ്ങളൊക്കെ അവിടെയുണ്ട്. ഇതിങ്ങനെ തുടങ്ങും. കുട്ടികൾക്കും അങ്ങനെ വലിയ പ്രയാസമൊന്നുമില്ല ഇവരെ കൂടെ പഠിക്കുന്നതിന്. പക്ഷേ രക്ഷിതാക്കളുടെ ഒരു ഭയം ആണ്, അന്നത്തെ കാലത്തുള്ള ഭയമാണ്, ഇന്നത്തെ പോലെ അല്ലല്ലോ. അപ്പോൾ ആ ഭയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ എതിർത്തത്. ഏതായാലും പതുക്കെ ഈ പിന്നെ ഞാൻ പിന്നെ സ്റ്റാഫ് റൂമിൽ, എൻ്റെ ഭക്ഷണമൊക്കെ സ്റ്റാഫ് റൂമിലാണ്, ഇവർ കുട്ടികൾ കഴിച്ചാൽ ഞാൻ അവിടെ പോയി. എന്നോട് അവർക്കാർക്കും അങ്ങനെ എതിർപ്പൊന്നുമില്ല, നാട്ടുകാർക്കും ഇതിൽ എന്നെ അറിയുന്ന ഒരാളെന്ന നിലയിൽ. തുടർന്ന് അവിടുത്തെ അധ്യാപകർ ഈ ക്ലാസ്സിലേക്ക് വരാൻ തുടങ്ങി, ഞാൻ മറ്റേ ക്ലാസ്സിൽ പോകാൻ തുടങ്ങി. അങ്ങനെ ഒരു മഞ്ഞുരുകലിൻ്റെ ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. പതുക്കെ നമ്മൾ പിന്നെ കുട്ടികളെ ഒരു മറ്റു കുട്ടികൾ ഉള്ള സമയത്ത് തന്നെ താഴെ ഇറക്കാൻ തുടങ്ങി. അവരൊക്കെ അത്യാവശ്യം ഓടിക്കളിക്കലൊക്കെ തുടങ്ങി. അങ്ങനെ അവർ പിന്നെ മിങ്കിൾ ചെയ്യുന്നൊരു സാഹചര്യം പൊതുവെ അവിടെ ഉണ്ടായി. ഇതിന് സമാന്തരമായിട്ടാണ് പിന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. കൊട്ടിയൂരിലെ പിന്നെ ശാസ്ത്രാസാഹിത്യ പരിഷത്ത് അവിടുത്തെ മറ്റ് പൊതുപ്രവർത്തകരെല്ലാം ചേർന്ന് സയൻസ് വിഷൻ എന്നുള്ള ഒരു പൊതുവേദി ഉണ്ടാക്കുകയാണ്. സയൻസ് വിഷൻ എന്നുള്ള പൊതുവേദിയുടെ നേതൃത്വത്തിൽ കൊട്ടിയൂരിലെ കുറേ ആളുകൾ ചേർന്നുകൊണ്ട് പിന്നെ ബോധവൽക്കരണത്തിലത്തെ ഒരു ശ്രമം ആരംഭിക്കുകയാണ്. അത് 2ാമത്തെ പ്രാവശ്യവും ഡോക്ടർ ഇക്ബാൽ തന്നെ വരണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം 2ാമത് വന്നു. അവിടെ ഇരിക്കുന്ന ആളുകളോടെല്ലാം അദ്ദേഹം സംസാരിച്ചു. പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹം ഊന്നി പറഞ്ഞത്, ഇങ്ങനെ കുട്ടികളെ മാറ്റിയിരുത്തുന്നത് ഈ സ്കൂളിന് മാത്രമല്ല കേരളത്തിന് തന്നെ നാണക്കേടാണ്, പൊതുപ്രവർത്തകർക്കാകെ നാണക്കേടാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇത് അധികകാലം നീണ്ടുപോകരുതെന്ന് അദ്ദേഹം അസന്നിഗ്ധമായി അവിടെ വെച്ച് പറഞ്ഞു. പക്ഷേ അന്നേരമൊന്നും പ്രശ്നം പരിഹരിച്ചില്ല. പക്ഷേ പിന്നെ കുറേ ആളുകൾ മാറി തുടങ്ങിയിരുന്നു പൊതുവെ. പിന്നീട് നമ്മളൊരു ലഘുലേഖ പ്രസിദ്ധീകരിച്ചു അതിൻ്റെ സയൻസ് സ്റ്റേഷൻ്റെ നേതൃത്വത്തിൽ. ഈ ലഘുലേഖയുടെ അടിസ്ഥാനത്തിൽ പിന്നെ ഗൃഹസന്ദർശന പരിപാടികൾ, ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ ഇവയൊക്കെ തന്നെ നടന്നു. പൊതുവെ പിന്നെ മഞ്ഞുരുകുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ആളുകൾ പിന്നെ പതുക്കെ ഇതൊരു വലിയ പ്രശ്നമില്ല എന്നുള്ള തോന്നൽ ആളുകൾക്കെല്ലാം ഉണ്ടായി. എങ്കിലും കുട്ടികളെ പിന്നെ പൊതു ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സാഹചര്യം ഒരുങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് കുറച്ച് ദിവസത്തെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയപ്പോൾ സ്കൂൾ ബാലസഭ വന്നു. ഈ ബാലസഭയിൽ ഇതിലെ ഒരു കുട്ടി പാട്ടുപാടി. അതൊരു വലിയ ഒരു അനുഭവമായിരുന്നു ആ കുട്ടിയെ സംബന്ധിച്ചത്. കാരണം ഒരു പൊതുവേദിയിൽ മറ്റെല്ലാവരും പങ്കെടുക്കുന്ന ഒരു പൊതുവേദിയിൽ അവർ ആദ്യമായിട്ട് പങ്കെടുക്കുകയാണ്. ആ ബാലവേദിയിൽ പാടിയത് ആ കുട്ടിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായി. അത് മറ്റുള്ള കുട്ടികൾക്കും വലിയ ആഹ്ലാദകരമായിട്ട് അനുഭവം ഉണ്ടായി. അങ്ങനെ ഇവർ പരസ്പരം കളിക്കാനും പറയാനൊക്കെ നമ്മുടെ ക്ലാസ് പതുക്കെ താഴെ ആക്കാൻ തുടങ്ങി. നമ്മൾ അതിനപ്പുറത്തൊരു പിന്നെ SNDP ഒരു മന്ദിരം ഉണ്ടായിരുന്നു, അത് താഴെ ആക്കാൻ തുടങ്ങി. അതിൻ്റെ മുറ്റത്ത് കളിക്കാൻ തുടങ്ങി. അപ്പോൾ മറ്റു കുട്ടികൾ വരും, അധ്യാപകരൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ഇവർ വിവേചനം അനുഭവിക്കേണ്ട ആളുകളല്ല എന്നുള്ളൊരു പൊതുബോധം പതുക്കെ അവിടെ ഉണ്ടാവുകയാണ്. തുടർന്ന് പിന്നീട് ഈ കുട്ടികളെ പിന്നെ സ്കൂളിൽ പ്രവേശിപ്പിക്കുന്നതിൻ്റെ ചർച്ചകൾ വീണ്ടും നടക്കുകയാണ്. ഒരു ചർച്ച വീണ്ടും വെച്ചു. അപ്പോൾ പഞ്ചായത്തും മാനേജ്മെൻറ്റൊക്കെ ചർച്ച നടന്നു. ആദ്യം പ്രവേശിപ്പിക്കാമെന്നൊക്കെ ആയി. പിന്നീട് പ്രവേശനം അങ്ങനെ എളുപ്പമല്ല എന്നുള്ള തോന്നലുണ്ടായി. എങ്കിലും ഒരു ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും, നമ്മളൊരു നവംബർ മാസത്തിലാണ് ക്ലാസ് ആരംഭിക്കുന്നത്. ഫെബ്രുവരി മാസം ആകുമ്പോഴേക്കും കുട്ടികളെ പൊതു ക്ലാസ്സിൽ ആരും അറിയാതെ തന്നെ, അതൊരു വലിയ ആഘോഷമാക്കാതെ ഈ കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുകയും ഈ കുട്ടികൾ പൊതു ക്ലാസ്സിലിരുന്ന് പഠിക്കുകയും ചെയ്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് 5 മാസമാണ് ഞാൻ ആ സ്കൂളുണ്ടായിരുന്നത്. അപ്പോൾ ഈ സ്കൂൾ കുട്ടികൾ പൊതു ക്ലാസ്സിലേക്ക് ചേർന്നതോടുകൂടി എൻ്റെ സ്കൂളിലേക്ക് തന്നെ തിരിച്ചയക്കുകയാണ്. ഒരു പ്രത്യേക അധ്യാപനം എന്നുള്ളതല്ലാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മുടെ പിന്നെ അവിടുത്തെ ജോലി പൂർത്തിയായി എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളെ എൻ്റെ സ്കൂളിലേക്ക് വിട്ടു. കുട്ടികൾ സാധാരണ പോലെ പഠിക്കാൻ തുടങ്ങി. പിന്നെ ആ കുട്ടികളുടെ പഠനം തുടർന്നു. 2 പേര് ഡിഗ്രി പൂർത്തിയായി. പിന്നെ ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ട്. അവരുടെ പഠനത്തിന് പിന്നീട് ഒരു കോളേജിൽ പഠിക്കുമ്പോൾ ചെറിയ പ്രശ്നം ഇതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കപ്പെട്ടു. കാരണം ഈ ഒരു ഇഷ്യൂവിന് ശേഷം കേരളത്തിലെ ഒരു വിദ്യാലയത്തിൽ നിന്നും കുട്ടികളെ ഇങ്ങനെ പുറത്താക്കാൻ പാടില്ല എന്നുള്ള സന്ദേശം എത്തിയിരുന്നു. ഇതിലേറ്റവും നമ്മൾ ഓർക്കേണ്ട ഒരു പേര്, അല്ലെങ്കിൽ ഈ പ്രവർത്തനത്തിൻ്റെ ആകെ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ ശക്തി എന്ന് പറയുന്നത് കുട്ടികളുടെ അമ്മ രമയാണ്. കാരണം അവർ നടത്തിയിട്ടുള്ള ധീരമായിട്ടൊരു പ്രവർത്തനമുണ്ട്. അത് പിന്നെ പട്ടിണിയിൽ നിന്ന് ഈ കുട്ടികളെ വളർത്താൻ തുടങ്ങിയത് മുതൽ, മുഖ്യമന്ത്രിയുടെ അടുക്കെതിരെയുള്ള സമരം മുതൽ ഇങ്ങോട്ട് ഒരു ചെറിയ വിഭാഗം ആളുകളുടെ പിന്തുണ മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷേ
തൻ്റെ മക്കളെ പഠിപ്പിക്കണം എന്നുള്ള, അതുതന്നെ പൊതുവിദ്യാലയത്തിൽ പൊതുകുട്ടികളെ കൂടെ പഠിപ്പിക്കണം എന്നുള്ള അവരുടെ ഇച്ഛാശക്തിയാണ് ഈ സമരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിജയം. അതാണ് ആ കുട്ടികളുടെ പഠനത്തിന് സഹായിച്ചിട്ടുള്ളത്. ആ കുട്ടികളുടെ ഡിഗ്രി പഠനം വരെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ആ ഒരു വളരെ സാധാരണമായിട്ടുള്ള കുടുംബമാണ് അവരുടേത്, ദാരിദ്ര്യം ഉള്ള ഒരു കുടുംബമാണ്. പക്ഷേ ഈ ഒരു പ്രവർത്തനത്തോടൊപ്പം കേരള സമൂഹത്തിൽ നിന്ന് വലിയൊരു പിന്തുണ അവർക്ക് കിട്ടുന്നുണ്ടായി. പ്രത്യേകിച്ച് മാധ്യമങ്ങളിൽ നിന്ന് വലിയ പിന്തുണ ഉണ്ടായി. നന്മയുള്ള കുറേ ആളുകൾ അവരെ സഹായിക്കാൻ തുടങ്ങി. അതൊരു വലിയ മാറ്റമായിരുന്നു. കാരണം അവർക്ക് ജീവിക്കാനുള്ള ഒരു വഴിയും ഇല്ലാത്തൊരു സമയമായിരുന്നു. കാരണം നമുക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല, കുട്ടികളിങ്ങനെ 3 കുട്ടികളെ വളർത്തണം. ഇത് അറിഞ്ഞതോടുകൂടി വലിയ മാധ്യമ വാർത്തകൾ വന്ന് നിങ്ങൾക്കറിയാം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കുറേ ആളുകൾ അവരെ സഹായിച്ചത്. അതിൽ ചില ആളുകളെങ്കിലും ഇപ്പോൾ സഹായിക്കുന്നുണ്ട്. ആ സഹായമാണ് ഇപ്പോഴും അവരുടെ ഒരു പ്രധാനപ്പെട്ട വരുമാനം. കുട്ടികൾ മുതിർന്നു എന്ന് നമ്മൾ പറയുമ്പോഴും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് സ്കൂളിൽ പ്രവേശനം നേടി, വേറെ ഇതുപോലത്തെ സംഭവം ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ ഒരു ഭാഗത്ത് പറയുമ്പോഴും, പൊതുസമൂഹത്തിൽ വിവേചനം ഇപ്പോഴും ചെറിയ ഇത് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവരുടെ തന്നെ അനുഭവങ്ങൾ പറയുന്നത്. കാരണം ഈ കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു ചെറിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ജോലി ലഭിക്കാത്ത സാഹചര്യം ഇപ്പോഴും ഉണ്ട്. കാരണം അവർ ഈ രോഗബാധിതരാണ് എന്നുള്ള ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ഈ ജോലിയിൽ എടുക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരുടെ ഈ സമരത്തിൽ അവർ വിജയിച്ചോ എന്ന് ചോദിച്ചാൽ സമരത്തിൽ അവർ വിജയിച്ചു. പക്ഷേ അവരുടെ ജീവിതം ഇപ്പോഴും വേണ്ടത്ര മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഇല്ല. കാരണം സാമ്പത്തികമായി ഇപ്പോഴും അവർക്ക് വലിയ പ്രയാസമാണ്. മക്കൾക്ക് തൊഴിൽ കിട്ടിയിട്ടില്ല എന്നുള്ളത് അവരെ എപ്പോഴും അലട്ടുകയാണ്. ചെറിയൊരു വീട്ടിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. എങ്കിലും രമ നടത്തിയിട്ടുള്ള ഒരു വലിയ സമരത്തിൻ്റെ കഥയാണ് അവരുടെ വിജയം. കണ്ണൂർ ജില്ലയിലെ കോളയാട് ഗ്രാമപഞ്ചായത്തിൽ ആലച്ചേരി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. പ്രാഥമിക വിദ്യാഭ്യാസം ആലച്ചേരി സ്കൂളിലാണ്. തുടർന്ന് ഹൈസ്കൂളിൽ പഠിച്ചു. അതിനുശേഷമാണ് ട്രെയിനിങ്ങിന് പോകുന്നത്. 2 വർഷത്തെ പ്രീ വിദ്യാഭ്യാസത്തിന് ശേഷം TTCക്ക് പോയി. വന്നതിന് ശേഷം 93-ൽ മുഴക്കുന്നിലുള്ള PP രാഘവൻ മെമ്മോറിയൽ UP സ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. ജോലിയിൽ പ്രവേശിക്കുന്നതോടൊപ്പം തന്നെ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഹൈസ്കൂൾ പഠനകാലത്ത് തന്നെ വായനശാല പ്രവർത്തകനായിരുന്നു. തുടർന്ന് സമ്പൂർണ്ണ സാക്ഷരതാ പ്രവർത്തനത്തിൽ സജീവമായി പങ്കെടുത്തു. അതിൻ്റെയൊക്കെ തുടർച്ചയായി ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെയും സജീവ പ്രവർത്തകനായി.